ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളൊരു കോളിഫ്ലവറും ചിക്കനും വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ചിക്കനിലോട്ട് മുളകും പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കോളിഫ്ലവറും കൂടി കട്ട് ചെയ്തിട്ടെടുക്കാം. കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്യാനായിട്ടിടാം. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ എണ്ണയിൽ തന്നെ നമുക്ക് കോളിഫ്ലവറും ഫ്രൈ ചെയ്യാനായിട്ടിടാം. ഇപ്പം നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. സവാള, തക്കാളി, കറിവേപ്പില, ചിക്കൻ ഫ്രൈ, കോളിഫ്ലവർ ഫ്രൈ ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് തക്കാളിയും കൂടി ഇട്ടിട്ട് വാട്ടിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോളിഫ്ലവർ പൊരിച്ചതും കൂടി കറിയിലോട്ടിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊറോട്ടയിലേക്കാണ് നമ്മളിത് കഴിച്ചത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.